നീറ്റിന്റെ റിസൾട്ട് വരുന്നതിന്റെ ടെൻഷൻ ഒന്ന് മാറി കഴിയുമ്പോഴാണ് അടുത്ത ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അതിപ്പോ പേരൻസിനാവട്ടെ അതേപോലെ തന്നെ കുട്ടികൾക്കാവട്ടെ എല്ലാം അലോട്ട്മെന്റിനെ കുറിച്ച് ആലോചിച്ചായിരിക്കും അല്ലേ. അതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമ്മുടെ സൈഡിൽ നിന്ന് വരുമോ, അതല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഇൻവാലിഡ് ആക്കി കളയുമോ, അങ്ങനെ അങ്ങനെ കുറേ അധികം ടെൻഷൻ. ആൻഡ് നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ അധികം കുട്ടികൾക്ക് ഈ അലോട്ട്മെന്റ് സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പോകുന്നത് കാണാറുണ്ട്. അത് ഒരു ഒരു റീസൺ ആയിട്ട് പറയാൻ നമുക്ക് നമ്മുടെ മാർക്കാണ്. ആൻഡ് മറ്റൊരു റീസൺ, ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് ഈ അലോട്ട്മെന്റ് ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്ന ചില ചില കുഞ്ഞു മിസ്റ്റേക്സ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഐ വിൽ ബി ഡിസ്കസിങ് 3 mistakes which you should completely avoid during the counseling procedure. So hi everyone, I'm Dr. Revati Ramesh and welcome to my channel. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 1, പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികൾ വളരെ കുറച്ച് ചോയ്സസ് ഫില്ല് ചെയ്യുക എന്നത്. അത് ഒട്ടുമിക്കപ്പോഴും കാണാൻ നമ്മുടെ മാർക്ക് കുറവാണല്ലോ, അതുകൊണ്ട് ഇന്നൊരു കോളേജിലേക്ക് എനിക്ക് കിട്ടാനുള്ള ഓപ്ഷൻ കുറവാണ്, അതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്യുന്നില്ല. അതുമല്ലെങ്കിൽ നിങ്ങൾ അത്ര ഷുവർ ആയിരിക്കും, അതായത് ഒരു 1, 2, 3 കോളേജ് മാത്രം, അത് മാത്രം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തായാലും കിട്ടും എന്നുള്ളൊരു ഷ്യോറിറ്റി വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള കോളേജിനൊക്കെ അവോയ്ഡ് ചെയ്യുന്നൊരു സെനാറിയോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ 3rd അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ട്. അതായത് അപ്പോൾ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വിളിക്കും. ആ സ്പോട്ട് അലോട്ട്മെന്റിൽ ഉൾപ്പെടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്നൊരു കോളേജ് നമുക്ക് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ 2 കുട്ടികൾ, അതിനകത്ത് ഒരു കുട്ടിയുടെ മാർക്ക് ഇപ്പോൾ ഒരു 505 ആണെന്ന് വിചാരിക്കാം, മറ്റൊരു കുട്ടിക്ക് 510 മാർക്ക്. അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലത്തെ ഒരു സെനാരിയോ വെച്ച് നോക്കുമ്പോൾ MBBSന് അത്ര ഷ്യോറിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ഗവൺമെന്റ് കോളേജിന്റെ, അതായത് അവർ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കോളേജിന്റെ ഒരു ഓപ്ഷനെ വെക്കുന്നില്ല എന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസിലൊക്കെ വേക്കൻസി വന്നു, അതായത് 3rd അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ഒരു 1, 2 സീറ്റ് വേക്കൻ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സ്പോട്ട് അലോട്ട്മെന്റിന് ഈ 2 സീറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ നോക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത താഴേക്കുള്ള റാങ്കുകാരെ ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ 505 510 മാർക്ക് കിട്ടിയ കുട്ടികളുടെ കാര്യം എടുക്കാം. അപ്പോൾ ഈ 510 മാർക്ക് കിട്ടിയ ഒരു കുട്ടി ഇപ്പോൾ വിചാരിക്കുക അവർ ഈ ഒരു കോളേജിന്റെ മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ ഒരു കോളേജ് ഇല്ല. കാരണം എന്തായിരിക്കും, മേ ബി അവർ വിചാരിക്കുക മാർക്ക് കുറവായതുകൊണ്ട് എനിക്ക് അവിടെ കിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത് ഈ 510 മാർക്ക് കിട്ടിയ ഒരു കുട്ടി ആ ഒരു കോളേജിനെ ചൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ 505 മാർക്ക് കിട്ടിയ കുട്ടി അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ കോളേജിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു സെനാരിയോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 505 മാർക്കുള്ള കുട്ടിക്കാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, ഇല്ലാണ്ട് ഈ 510 മാർക്കുള്ള കുട്ടിക്ക് കിട്ടില്ല അവിടെ. കാരണം നമ്മൾ എന്താണോ അവിടെ ചൂസ് ചെയ്ത് ആ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നമ്മൾ ആ ലിസ്റ്റ് ചെയ്ത കോളേജസിൽ ഈ ഒരു കോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മാർക്ക് എന്തും ആവട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ കോളേജിലാണോ പോകാൻ താല്പര്യമുള്ളത് അതിൻ്റെ കറക്റ്റ് ഒരു ലിസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് എന്ത് കോളേജാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാദ്യം മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളത് ഇപ്പോഴേ സെറ്റാക്കി വെക്കണം. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഈ പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് അതേപോലെ മാർക്ക് ചെയ്ത് പോവുക, ഇല്ലാണ്ട് ആ മൊമെന്റിൽ നിങ്ങൾ എല്ലാം കൂടെ മെസ്സപ്പ് ആക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി മിസ്റ്റേക്ക് നമ്പർ 2, കോപ്പിയിങ് യുവർ ഫ്രണ്ട്സ് ചോയ്സ്. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇപ്പോൾ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രണ്ട്സോ അതല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഫ്രണ്ട്സ് അവരൊക്കെ അവരുടെ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഒരു കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതിൻ്റെ അകത്ത് മെയിൻലി ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം അതിനും. അതായത് ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും, അവർക്ക് അവരുടെ സിറ്റിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ തന്നെ താല്പര്യമുള്ളവരുണ്ടാവും. അതായത് അവർക്ക് ഡേ സ്കോളേഴ്സ് ആയിട്ട് പോയി വരാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വീക്ക്ലി വൺസ് എങ്കിലും അവർക്ക് വീട്ടിൽ പോയി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് പഠിക്കണം എന്നുള്ള കുട്ടികളുണ്ട്. എന്നാൽ മറ്റു ചില കുട്ടികളുണ്ട്, അവർക്ക് പുറത്ത് പോയി പഠിക്കാൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല.
അങ്ങനെ ഡിഫറൻസ് വരും. അപ്പോൾ ഇപ്പോൾ ഹോം സിക്നെസ് ഒക്കെ ഉള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് നിങ്ങൾ ദൂരെയുള്ള വളരെ ദൂരെയുള്ള ഒരു കോളേജിലൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലീവിൻ്റെ ഒക്കെ ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെത്താനുള്ള ഒരു ഇത് ടൈം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ കുറവായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പേരൻസ് ഇപ്പം നിലവിൽ വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ട് എറണാകുളത്താണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് എനിക്ക് എറണാകുളത്ത് നിന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എൻ്റെ ഒരു മോട്ടീവ് അത് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ തൃപ്പൂണിത്തുറ കോളേജ് ചൂസ് ചെയ്യുന്നതും. അപ്പോൾ അതേപോലെ തന്നെ ഓരോരുത്തർക്കും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പലർക്കും പുറത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ സിറ്റിയിൽ എന്തായാലും നിൽക്കണ്ട എന്നൊക്കെ ആഗ്രഹമുള്ള കുറേയധികം കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ ഒരു മോട്ടീവ് പോലെ നമ്മളും അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഇനി മിസ്റ്റേക്ക് നമ്പർ 3. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ബോണ്ട് റൂൾസ്. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു സർവീസ് കണ്ടീഷൻസ്, ഇതൊക്കെ അതിനകത്ത് പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് പല കോളേജസിലും അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് കൂടുതൽ നമ്മൾ കണ്ടുവരാറ്. കർണാടക പോലെയുള്ള സ്റ്റേറ്റിലൊക്കെ നിങ്ങൾ ഹൗസ് ഏജൻസി പീരീഡ് കഴിഞ്ഞിട്ട് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം റൂറൽ സർവീസ് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന കോളേജസ് ചിലതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ബോണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കോളേജസിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്യാനും അവിടേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനും. അതായത് ഇപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെ അത് അക്സെപ്റ്റബിൾ ആയിട്ട് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നിങ്ങളൊരു 5.5 വർഷം കഴിഞ്ഞു. അവിടുന്ന് ഹൗസ് സർജൻസി പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും PG പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 വർഷം നിങ്ങൾക്ക് PG കോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് PG പ്രിപ്പറേഷൻ മാത്രമായിട്ട് നിന്ന് പോകുന്നു. ആ 2 വർഷം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചിലവർക്ക് അത് അക്സെപ്റ്റബിൾ ആവില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടിയിട്ട് മാത്രം വേണം ആ ഒരു കോളേജിലേക്കൊക്കെ അഡ്മിഷൻസ് ഒക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതായത് സാധാ ഒരു ബോണ്ട് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ MBBSനാവട്ടെ BDSനാവട്ടെ നിങ്ങൾക്ക് ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ബോണ്ട് ഉണ്ട്. അത് കൂടാണ്ട് മറ്റെന്തെങ്കിലും ബോണ്ടുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ആ ബോണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആ ഒരു ഫൈൻ കൊടുക്കേണ്ട സെനാരിയോ ഒക്കെ വരുന്ന ഇത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് എന്താണോ അതിൻ്റെ ആ ക്രൈറ്റീരിയ, എന്തൊക്കെയാണോ അതിൻ്റെ കണ്ടീഷൻസ് അവരുടെ ബ്രോഷറിൽ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ഇങ്ങനെ അഡ്മിഷൻസിലേക്കൊക്കെ പോകാൻ. ഞാൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ ഹൗസ് ഏജൻസി പീരീഡിൽ സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടുന്നുണ്ടോ? എത്രയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്? അങ്ങനെയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഡെഡ് ലൈൻസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ ഒക്കെ വെരിഫിക്കേഷൻസ് വീണ്ടും ചോദിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. കാരണം നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടായ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്കൊരു സീറ്റ് കിട്ടാണ്ട് പോകരുത്. അതാണ് മെയിൻ കാര്യം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു സൂൺ.